അതേസമയം ഇന്ത്യക്കെതിരായ പ്രകോപന പ്രസംഗങ്ങൾ തുടരുകയാണ് പാകിസ്ഥാൻ. ഇതുവരെ പാക് നേതാക്കളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കി വരാം. ആദ്യത്തെ പ്രതികരണം നമ്മൾ പറയുന്നത് ബിലാവൽ ഭൂട്ടോയുടേതാണ്. മുൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവുമായ ബിലാവൽ ഭൂട്ടോ വളരെ പ്രകോപനപരമായ രീതിയിലാണ് സംസാരിച്ചത്. ബിലാവൽ ഭൂട്ടോ പറയുന്നു, സിന്ധു നദിയിലൂടെ വെള്ളം ഒഴുകിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുകും എന്നാണ് ബിലാവൽ ഭൂട്ടോ, മുൻ വിദേശകാര്യമന്ത്രി, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവ് കൂടിയായ ബിലാവൽ ഭൂട്ടോ പറയുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര നീക്കം ആ അർത്ഥത്തിൽ ഫലിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പാകിസ്ഥാനിലെ പ്രതിപക്ഷം പോലും ഈ വിഷയത്തിൽ ഇപ്പോൾ ശക്തമായി പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സിന്ധു നദിയിലൂടെയോ ഝലം നദിയിലൂടെയോ ചിനാബ് നദിയിലൂടെയോ ഒഴുകുന്ന ജലം പാകിസ്ഥാന് ലഭ്യമായില്ലെങ്കിൽ 80% പാകിസ്ഥാന്റെ പഞ്ചാബിലെയും സിന്ധിലെയും കർഷകരുടെ ഇറിഗേഷൻ പ്രതിസന്ധിയിലാവും. അവിടെയുള്ള വൈദ്യുതി ഉൽപ്പാദനം പ്രതിസന്ധിയിലാകും. അവിടെയുള്ള കുടിവെള്ളം പ്രതിസന്ധിയിലാകും. ഇസ്ലാമാബാദിനെ അടക്കം വെള്ളം കുടിമുട്ടിക്കാൻ പര്യാപ്തമായ തീരുമാനമാണ്. പക്ഷേ അടുത്ത കാലത്തെങ്ങും അത് നടപ്പിലാവില്ല. കാരണം ഈ വെള്ളം നിയന്ത്രിച്ചു നിർത്താനുള്ള സംവിധാനം നിലവിൽ ഇന്ത്യക്കില്ല. പക്ഷേ ബിലാവൽ ഭൂട്ടോ പറയുന്നു, സിന്ധു നദിയിലൂടെ വെള്ളം ഒഴുകിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുകും എന്നാണ് ബിലാവൽ ഭൂട്ടോ പ്രകോപനപരമായ പ്രസംഗത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇനിയുമുണ്ട്. ഇത് ബിലാവൽ ഭൂട്ടോയുടെ മാത്രമല്ല. വെള്ളം നൽകിയില്ലെങ്കിൽ എന്തു സംഭവിക്കും എന്ന ചോദ്യത്തിന് പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമാണ്, ഞങ്ങളും ആണവശക്തിയാണ് എന്ന് ഓർമ്മിച്ചുകൊള്ളൂ എന്നാണ് ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞത്. പക്ഷേ പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദു ചെയ്യപ്പെട്ടതോടുകൂടി പാകിസ്ഥാന് പെട്ടെന്ന് വെള്ളം കൂടി മുട്ടില്ല. കാരണം ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് സിന്ധു നദിയിലൂടെയോ ഝലം നദിയിലൂടെയോ ചിനാബ് നദിയിലൂടെയോ ഒഴുകിപ്പോകുന്ന വെള്ളം ഇപ്പോൾ കൃത്യമായി തടഞ്ഞു നിർത്താൻ ആവശ്യമായ സംവിധാനവും അണക്കെട്ടുകളോ നമുക്കില്ല. കിഷൻ ഗംഗ അണക്കെട്ടതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലുമാണ്. എന്നാൽ അതിന് സംഭരണശേഷി ഉണ്ട് താനും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം എന്ന് വന്നത്, സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ സാധിക്കില്ല, യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നാണ് ആഭ്യന്തരമന്ത്രി മൊഹ്മിൻ നഖ്വി പറഞ്ഞത്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ സാധിക്കില്ല, യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും, അൻ ആക്ട് ഓഫ് വാർ ആയി കണക്കാക്കും എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വ ആദ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ അതേസമയം മറ്റൊരു ഭയപ്പെടുത്തുന്ന ദൃശ്യം കൂടി നമുക്ക് കാണാനിടയായി. അത് ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധിച്ച് ഇന്ത്യക്കാർക്ക് നേരെ കഴുത്തറക്കുമെന്ന് ആംഗ്യം കാണിച്ച് ഭീഷണി നടത്തിയായിരുന്നു പാകിസ്ഥാൻ ഡിഫൻസ് അറ്റാഷെ തൈമൂർ റാഹത്തിന്റെ പ്രകോപനപരമായിട്ടുള്ള ഒരു കാര്യം. അതിൽ അഭിനന്ദൻ വർദ്ധമാന്റെ അടക്കം ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ആ പ്രതികരണം നടത്തിയത്. പ്രതിഷേധിച്ച് ഇന്ത്യക്കാർക്ക് നേരെ കഴുത്തറക്കുമെന്ന് ആംഗ്യം കാണിച്ചു ലണ്ടനിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുടെ ഡിഫൻസ് അറ്റാഷെയായ തൈമൂർ റാഹത്ത്. അതേസമയം നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ന്യൂട്രൽ ആയ ഒരു അന്വേഷണത്തിന് തങ്ങളും തയ്യാറാണ് എന്ന് ഷഹബാസ് ഷെരീഫിന്റെ, പ്രധാനമന്ത്രിയുടെ പ്രതികരണം വൈകിയാണെങ്കിലും എത്തി. 3 ദിവസത്തിനു ശേഷമാണ് ഇത്തരം പ്രതികരണം വന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ആ പ്രതികരണത്തിൽ ഒരു മയമുണ്ട്, അതിലൊരു മെച്യൂരിറ്റി ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ബിലാവൽ ഭൂട്ടോയോ ഖ്വാജ ആസിഫോ തൈമൂർ റാഹത്തോ മൊഹ്സിൻ നഖ്വിയോ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ എന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യമാവുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് ബോധ്യമാവുന്ന ഘട്ടത്തിലാണ് ഈ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്.